ശ്രീനിവാസന് വിട നൽകുകയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള മലയാള സിനിമയിലെ പ്രമുഖർ മോഹൻലാൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. പ്രിയദർശൻ മോഹൻലാൽ കോംബോയിലാണ് ആദ്യഘട്ടങ്ങളിൽ അധികമായി ശ്രീനിവാസൻ മികച്ച സിനിമകളുടെ ഭാഗമായത് എന്നൊരർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുതമ്മാവ ആളറിയാമെന്ന സിനിമയിലാണ് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ആദ്യമായി ശ്രീനിവാസന്റെ രംഗപ്രവേശം. അരം പ്ലസ് അരം കിന്നരം, ബോയിങ് ബോയിങ്, മുത്താരംകുന്ന് പിയോ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു, TP ബാലഗോപാലൻ MA. ഈ ചിത്രങ്ങളെല്ലാം മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച സിനിമകളാണ്. മോഹൻലാൽ ശ്രീനിവാസനുമൊത്തുള്ള മോഹൻലാലിൻ്റെ അവസാന ഫ്രെയിമാണ് നമ്മൾ ഈ കാണുന്നത്. ശ്രീനിവാസനുമൊത്തുള്ള മോഹൻലാലിൻ്റെ അവസാന ഫ്രെയിമാണ് നമ്മൾ ഈ കാണുന്നത്. നാടോടിക്കാറ്റിലും പട്ടണപ്രവേശത്തിലും അക്കരയിലുമൊക്കെ ഒരു തുടരൽ, ഒരു സീരിയൽ, ദാസനും വിജയനും. കേരളത്തിൻ്റെ ഒരു കാലത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഒരു കുറിപ്പ് കൂടിയാണ് ആ സിനിമ. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ലോകമാകെ മാറുന്നു, കേരളമാകെ മാറുന്നു. ആ ഘട്ടത്തിൽ 70കളുടെയും 80കളുടെയും ഒക്കെ തുടക്കവും ഒടുക്കവും രണ്ട് യുവാക്കളുടെ കഷ്ടപ്പാട് ചിത്രീകരിച്ച സത്യനന്ദിക്കാണ്ട സിനിമയാണ് നാടോടിക്കാറ്റ്. അതിൻ്റെ തുടർച്ചയായി പട്ടണപ്രവേശം ഉണ്ടാകുന്നു. പിന്നീട് പ്രിയദർശൻ അതിൻ്റെ തുടർച്ചയായി അക്കരെ എന്ന സിനിമ ഒരുക്കുന്നു. അങ്ങനെ മോഹൻലാൽ ശ്രീനിവാസൻ കോംബോയിലെ ഏറ്റവും മികച്ച ഒരു ശ്രേണിയായിരുന്നു ഈ ചിത്രങ്ങൾ. മോഹൻലാൽ മടങ്ങുകയാണ്. പല സിനിമകളുടെയും പശ്ചാത്തലം അന്ന് സിനിമയുടെ കേന്ദ്രമായിരുന്ന ചെന്നൈയായി മാറാറുണ്ട്. അന്നത്തെ മദ്രാസിലാണ് സിനിമ പഠിക്കാനായി ശ്രീനിവാസൻ എത്തിയത്. അവിടെ രജനീകാന്ത് സഹപാഠിയായിരുന്നു. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. സാംസ്കാരിക മേഖലയുമായി എപ്പോഴും ഇണങ്ങി നിന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് MA ബേബി. കുടുംബാംഗങ്ങളുമായി MA ബേബി സംസാരിക്കുകയാണ്. ശ്രീനിവാസന്റെ ഭാര്യ വിമല ശ്രീനിവാസൻ, മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും, മരുമക്കളായ ദിവ്യയും അർപ്പിതയും ഒക്കെ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്. രാഗിൻ തുടങ്ങുന്നു. രാഗിൻ മമ്മൂട്ടിയും മോഹൻലാലും മടങ്ങുകയാണോ? അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. നിരവധി പേർ ഇപ്പോഴും ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ടൗൺ ഹാളിന് പുറത്തേക്കും നീണ്ട നിര ജനങ്ങളുടെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ മമ്മൂട്ടിയും മോഹൻലാലും ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയിരുന്നു. ഇപ്പോൾ അവർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. നിരവധി പേർ, വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവർ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ശ്രീനിവാസന് ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് അവർ മടങ്ങുന്നു. മലയാള സിനിമാ മേഖല ഒന്നടങ്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം വിവിധ മേഖലകളിലുള്ളവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 1 മണി മുതൽ 3 മണി വരെയാണ് സമയം പറഞ്ഞിരുന്നതെങ്കിലും സ്വാഭാവികമായിട്ടും അതല്പം നീളാൻ തന്നെയാണ് സാധ്യത. കാരണം ഇപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ ഈ ടൗൺ ഹാളിന് പുറത്തേക്ക് ആളുകളുടെ നിര ഉണ്ട്. നേരത്തെ കണ്ടനാട് അവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവിടെ അല്പം കൺജസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ടൗണിലേക്ക് പൊതുദർശനം മാറ്റുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇതിനുശേഷം, പൊതുദർശനത്തിന് ശേഷം നേരെ മൃതദേഹം വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇഴയടുപ്പം ഉണ്ടായിരുന്ന, അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൻ്റെ കോണിൽ ആ സ്നേഹം നൽകി കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ശ്രീനിവാസൻ്റേത്. അദ്ദേഹത്തെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ശരി രാഗിന്